സുഹൃത്തുക്കളെ, നമ്മൾ നോമ്പ് തുറക്കുള്ള എല്ലാ പരിപാടിയിലേക്കും കടക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാരും നേരെ ബീച്ചിലോട്ട് പോവല്ലേ? യെസ്. ഏത് ബീച്ച്? നമ്മുടെ ബാക്കിത്തെ ബീച്ച്. വേറെ ഏത് ബീച്ച്? അജ്വതൊക്കെ എവിടെ? അജ്വതേ വാ. എവിടെ മുതലാളി? കം, ഇറ്റ്സ് ടൈം ഫോർ പോയോക്കെന്നാ. എവിടെ നമ്മളെ ചെക്കനോടെ? ഹബീബി, ലെറ്റ്സ് ഗോ. We are going to the beach. The beach is actually very nearby. വെയ്യാണ്ടായില്ലേ? വാ, നമുക്ക് പാക്ക് ചെയ്യാം. സമയമില്ല. വേം വരി. യോ, അയ്യോ, ക്യാമറ ഇങ്ങോട്ടായി. സോറി. മതി. സമയം മിജോ, പാക്ക് ചെയ്. ഇത് നമ്മള് ഇതവിടെ വിരിക്കാനുള്ള പായ, പിന്നെ അതേപോലെ പാക്ക് ചെയ്യുന്ന സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉമ്മ റെഡി, എല്ലാം റെഡി. അജോതൊന്നും വരും. അജോതെ ഒരു വീഡിയോ എടുത്തുതരാൻ എനിക്ക്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ വ്ളോഗിൽ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. സൽമാൻ എന്താ വെച്ചാൽ യാത്ര ചെയ്ത് വന്നോണ്ട് ചെറുങ്ങനെ ഒന്ന് മയങ്ങി. ഇപ്പോൾ കറക്റ്റ് എണീറ്റു. അപ്പോൾ ഇവിടുന്ന് പ്ലേറ്റ് പിടിച്ച് പോണ്ട. 6:15 6:30 മുമ്പ് അവിടെ എത്തണം. അവിടെ വിരിക്കണം. ക്ലിയർ ഉണ്ടോ? വണ്ടിയിലെടുത്തോ? അപ്പം എന്താന്ന് വെച്ചാലേ, എന്താണ് എൻ്റെ കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് റിച്ചുവിന് എന്തെങ്കിലും കൊടുക്കണം. എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്ന സംഭവം റിച്ചുവിന് എന്തെങ്കിലും കൊടുക്കണമെന്ന്. അപ്പോൾ ഒരു മിനിറ്റ്, ഞാൻ അതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ റിച്ചുവിന് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു സാധനം റിച്ചുവിന് എന്തെങ്കിലും കൊടുക്കണമെന്ന്. അപ്പോൾ എനിക്കറിയാം, അതായത് ഞാൻ കടന്നുപോയ പ്രായത്തിൽ കൂടെയാണ് ഓനും കടന്നു പോകുന്നത്. അപ്പോൾ എനിക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടിച്ചാണ് അവൻ എഡിറ്റ് ചെയ്യണതും, അതേപോലെ ഓരോ വീഡിയോസ് എടുക്കാൻ കഷ്ടപ്പെടുന്നതും, ഫോണില്ലാണ്ട് കുറേ വീഡിയോസ് എടുക്കാൻ പറ്റാതിരിക്കുന്നതും, എന്തെങ്കിലും വർക്ക് വിളിക്കുമ്പോൾ കയ്യിൽ ഫോണില്ലാതെ അത് അങ്ങനെ മുടങ്ങുന്നതും. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത് വന്ന ഒരാളാണ്. ആസ് എൻ എഡിറ്റർ, ആസ് എ വീഡിയോഗ്രാഫർ, ഫോണിലെടുക്കുന്ന എല്ലാത്തിലും ഞാനും അതേപോലെ കുറേ ഫേസ് ചെയ്ത് വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അനിയനും അതിലൂടെ കടന്നു പോകണമെന്ന് ആഗ്രഹമില്ല. അപ്പോൾ എന്നെക്കൊണ്ട് അവനെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് സഹായിക്കണമെന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അവന് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ 10K അടിച്ചു. അതേപോലെ തന്നെ കുറേ അധ്വാനിക്കുന്നുണ്ട് അവൻ. കുറേ വീഡിയോസ് എടുത്തിട്ടാണെങ്കിൽ കുറേ പേര് പോയിട്ട് വർക്കായാലും ചെറിയ പൈസയൊക്കെ അവൻ ചെയ്ത് കുറേ അതായത് അവൻ മാക്സിമം അവനെ കൊണ്ട് പറ്റുന്ന മാക്സിമം അവൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് സഹായിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ 17 Pro Max എടുത്ത സമയത്ത് എൻ്റെ പഴയ ഫോൺ വിറ്റിട്ട് ആ പൈസയും കൂട്ടിയിട്ട് എടുക്കാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഫോൺ എടുത്തപ്പോൾ എനിക്ക് തോന്നി എന്താ വെച്ചാൽ, ഇപ്പോൾ അനിയൻ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ട് അനിയനക്ക് എൻ്റെ പഴയ ഫോൺ കൊടുത്താലോ എന്നുള്ളൊരു പ്ലാനിലുണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ, ആ പൈസ ഇപ്പോൾ ഈ 17 Proക്കുള്ള പൈസ കൂട്ടിച്ചൊരു പൈസ ഞാൻ പുറത്ത് വർക്ക് ചെയ്തുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോഴുള്ള ഫോൺ നല്ല ഫോണാണ്. എനിക്ക് ഉപയോഗിച്ചാൽ എനിക്കും നല്ല രീതിക്ക് വർക്ക് ചെയ്യാനും നല്ല രീതിക്ക് വീഡിയോ എടുക്കാനും പറ്റിയ ഫോണാണ്. അപ്പോൾ വേറെ ആൾക്ക് കൊടുക്കേണ്ട അതിൻ്റെ അനിയനക്ക് തന്നെ കൊടുത്തിട്ട് അവനൊന്ന് ഹാപ്പി ആക്കാന്നുള്ളൊരു സംഭവം എനിക്കുണ്ടായിരുന്നു. ആരാ വന്നിക്കണോക്ക്? വരി. അപ്പോൾ എന്താ വെച്ചാൽ, അർഷപ്പ് വരട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പഴയ ഫോണ് എനിക്ക് അന്ന് മേടിച്ചപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കവർ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പഴയ ഫോണിൻ്റെ അനിയനക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ഞാൻ കറക്റ്റ് കൊടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ കൊടുക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റ് പാക്ക് ചെയ്ത്, പഴയ ഫോണാണെങ്കിൽ ഞാൻ യൂസ് ചെയ്ത ഫോണാണെങ്കിൽ പോലും കറക്റ്റ് ഒരു കവറിൽ പാക്ക് ചെയ്ത് അവനക്ക് കൊടുക്കുന്ന രീതിക്ക് ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ പുറത്ത് വയ്ക്കണം. അവൻ ഇപ്പോൾ വരും. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് അവന് ഇത് ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവന് ഹാപ്പി ആവുമെന്ന് വിചാരിക്കണം അല്ലേ? ഹാപ്പി ആവേണ്ടതാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. എനിക്ക് ടെൻഷനാണ്. കാരണം വലിയ കാര്യങ്ങൾ ചെറിയ വായോണ്ട് പറയുമ്പോഴേ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? ഹർഷ, വെൽക്കം. ഇന്നലെ നമ്മൾ ഗ്ലോബലിൽ നിന്ന് നോമ്പറ ഹർഷ വിളിച്ചിട്ട് പോയി. അപ്പോൾ നമ്മളൊന്ന് മുത്തേ പെരേന്നല്ല കേട്ടോ, ബീച്ചിൽ നിന്ന്. മാഷാ പൊളിക്കും. ബാ എടാ, ഇവിടെ നല്ല ബീച്ചിൽ നിന്ന് കൊടുക്കണം അവിടുന്നാ. ഓക്കെ സൽമാനെ, ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കിട്ടോ? ഓക്കെ, ഫോണിൻ്റെ ഫോണിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. ഫോണിലെടുക്കാറ്. ഫോൺ ഉണ്ടോ ഇതിൽ? ഏതെങ്കിലും ഉണ്ടോ? ഫോണില്ലേ? സൽമാനക്ക് എടുത്തോളൂ. അയ്യോ മച്ചു, ഹാപ്പി അല്ലേ? ഉമ്മ സമയായി. ഈത്തപ്പഴം ഉമ്മ റിച്ചുവിന് കൊടുക്കാൻ പോട്ടോ. ഫോൺ അപ്പം നമുക്ക് പാക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പോകുമ്പോഴത്തേന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ വരി. ഇത് ഏതുകൊണ്ടിരിക്കാം? എല്ലാവരും റെഡി. ബാ
വേഗം വരി, സമയമില്ല. നമുക്ക് അവിടെ പോയി പായൊക്കെ വിരിക്കാനുള്ള. എടാ ഈ വണ്ടിയിലല്ലേ, ആ വണ്ടിയിൽ വെക്കണ്. ആ ഓക്കെ. എടാ ഇതിന് ചായ ഒരു ചാവിച്ച. ആ തുറന്ന് സമയം. ഇതെന്തറാ അറബി ഒന്നാണ്. ഹാദാർബി ഹാദാ പെട്ടി, ഇന്താർബി ഇന്ത വെക്കൽ. ചാവിയോ? ആ അതിന്റെ കയ്യിലുണ്ട്. അയ്യോ ഇന്റെ ചാവിയാണ്, ഈ ചാവിയാണ് തപ്പുന്നത്. ഇന്റെ കയ്യിന്റെ ഞാൻ തപ്പു ചാവിയോട്. ചെക്കറങ്ങാനായി വരി. ബർക്കത്താണ്. ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എന്താ വെച്ചാലേ സൽമാൻകാരനോ, ഞാൻ വെറുതെ ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. എന്തിനാന്ന് എനിക്കറിയില്ല. കഴിഞ്ഞില്ലേ? അടക്കല്ലേ? ഏത് കൈ പിടിക്കണല്ലേ? ആ കൈ പിടിക്കാം, ഞാൻ പിടിക്കാം. ആടാ ഇത് റാപ്പ് ചെയ്തേക്കണ്. എന്നാ തായോ. ആ വണ്ടി തിരിക്ക്. റിച്ച് അങ്ങോട്ട് വരില്ലമ്മ. ഫാസ്റ്റാക്ക്, സ്ഥലം പോവും. ആ സ്ഥലം പോട്ടോ. എടാ സൽമാനെ, ഞാൻ എങ്ങനെ സിഗ്നൽ ചെയ്താ അറിയോ? അവിടുന്ന് എങ്ങനെ ചേരുന്നതിന്റെ ശേഷം ഞാൻ പറയും സൽമാൻ ഇതൊന്ന് വീഡിയോ എടുക്കുമെന്ന് പറയും ഇവിടെ. അപ്പൊ മറ്റേ ഫോൺ എടുത്താൽ മതി. കേറ്. ഏയ് ബാ, ബീച്ച് പോണ പറയണോ? ഹേയ് അച്ഛനെ അല്ലേ ടെൻഷൻ അടിച്ചിരിക്കേ. സൽമാൻ കയറാ. അയ്യോ ഇത് എത്രാമത്തെ നോമ്പ് വർഷ? 4ാമത്തെ നോമ്പല്ലേ ഇത്? അപ്പൊ നമ്മളെ 4ാമത്തെ നോമ്പ് വീട്ടിൽ നിന്നല്ല, ബീച്ചിൽ നിന്ന്. ലെറ്റ്സ് ഗോ. കള്ളനമ്മ ബാ ഹബീബി, കം സിറ്റ്. വർഷ കേറ്. ആ പോവാ. ബാഗ് എടുത്തൊരു ബൈക്ക് ബാക്കിൽ സ്റ്റക്കാ. ബീച്ച് വൈബ് ടുഡേ. ആക്ച്വലി വി ആർ ഹാവിംഗ് ബീച്ച് വൈബ്. യു നോ ദാറ്റ്? Yeah, beach. Why no? Beach vibe. You got vibe here. Yeah, very good vibe. Beach. This guy don't know Malayalam. I don't know English. Straight. നേരെ. ഓ അതേന്നില്ലേ? അല്ലതല്ല വഴി, ഇതല്ല തോന്നണ്ട. എടാ ഇതല്ലടാ ശരിക്കും വഴി. ആ ഒരു ഓൺ അടിക്കണ്ട്. ഇതല്ല വഴി. തിരിച്ചോ വേഗം തിരിച്ചോ. ആ ഓൺ അടിച്ചു വരുമ്പ ആ ഫസ്റ്റ് വഴി തെറ്റി. വേഗം തിരിക്ക്. വഴി തെറ്റി. ആ അതാണ് ബാക്കി ഒന്ന് ഓൺ അടിച്ചത്. This is right way, but we are going the wrong way. അജോതെ ഇപ്പൊ തട്ടീട്ടോ. ജൂനിയർ സർപ്രൈസ് ആയി. ലേണിംഗ് അജുദിനെ പോലത്തെ. സൽമാൻ ഉണ്ടല്ലോ, നമ്മളെ ഫണ്ടൊന്നും പറ്റിയില്ല. ഉറക്കത്തിന് നീറ്റോണ്ട് ബാക്കിൽ നിന്ന് ഒരു പുച്ചഞ്ചേരി. ഇല്ലടാ അവൻ വന്നിട്ട് ആ കുറച്ചേരം ഉറങ്ങിയിട്ടുള്ളൂ. ലെഫ്റ്റ്. ആ ഒരാ പോണു. ആ ഞാൻ പഠിച്ച മദ്രസ. എന്തത് അത് പൊളിച്ചു. ഇന്ന് നേരെ
എടാ ഒന്ന് എ സി ഇട്ടൂടെ പിഷ്ക ഇങ്ങോട്ട് വരുന്നില്ല. വെരി ഹോട്ട് റൈറ്റ്? No? I am busy, brother. ഈ സ്ലീപ്പി ടുഡേ ലൈഫ് ടൈം മെമ്മറി നോമ്പ് തുറ. Bro, I get cheated. I came to Kerala. I thought it will be like other countries, like nightlife. നൈറ്റ് ലൈഫ്? Suddenly everyone woke up at 9 o'clock morning. Wow. 9 o'clock മോർണിംഗ്. രാവിലെ ആവുമ്പോ 9 മണിയാവുന്നു. I thought അങ്ങനല്ലേ? they were working. എന്താ പറയണ്? One more please. Manslay in അതറിയാലേ? You tell. Like I thought it would be nightlife here in Ramadan. Ramadan nightlife. Yeah, here it's nightlife, but it's now not night now. 9 a.m. he called me, bro. Yeah. അല്ലല്ല, ഇപ്പൊ നൈറ്റ് അല്ല എന്നാണ് ഇംഗ്ലീഷ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവൻ പറയണെന്ന് നൈറ്റ് ലൈഫ് എന്ന് പറയണവന്. നേരല്ലേ നേരന്നെടാ നേരന്നെ. നേരെ പോയിട്ട് ലെഫ്റ്റ് ആട്ടോ അടുത്ത്. Bro, your brother. Brother, small brother. Small brother understands me more than you. Yeah. That is because he study. ടെൻഷനായി ചെക്ക്. അവിടെ ഇവിടെ ലെഫ്റ്റ് ഉണ്ട്. ഇജ് എപ്പ ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കണ ചോദേ? ഈ ലെഫ്റ്റ് എടാ അജുവതേ. എടാ എനിക്ക് ലൈസൻസ് ഉണ്ടോ? വേണ്ട, എന്റെ ലൈസൻസ് ഉണ്ട്. യു ഹാപ്പി? അൽഹംദുലില്ലാ. അല്ലല്ല എനിക്ക് കാരണുണ്ട്. ആ കത്തോടാ ബാങ്ക് വിളിക്കുമ്പോളാ സൂര്യൻ പോവാ. ഇല്ലല്ല കറക്റ്റ് സമയമാണ്. അങ്ങനെ പറഞ്ഞ് ഞാൻ ആശ്വസിക്കാം. റിച്ചു കറക്റ്റ് സമയത്ത് എത്തിയാൽ മതിയേനു. റിച്ചു എന്തിനാ പോയെ? എന്തോ കാര്യത്തിന് വിട്ടാവുന്നാണ്. ഇല്ലല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇജൊന്ന് പോയിക്കേ ഒരു 10 മിനിറ്റ് എന്നൊക്കെ. എന്ത് റൈറ്റ്? ഓ റിച്ചു എൻട്രി റൈറ്റ് അല്ല. എങ്ങനെ ഇപ്പൊ സർപ്രൈസ് ആക്ക? ഞാൻ അത് ആലോചിക്കണോ എങ്ങനെ സർപ്രൈസ് ആക്കടാ? കൊളാക്കൂല്ലേ? ടെൻഷനായിട്ട് കൊളാക്കും. എനിക്കെന്താ അറിയോ, ടെൻഷനാവും വേഗം ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ. വലിയ എന്തെങ്കിലും സംഭവമൊക്കെ ചെയ്യുമ്പോൾ ടെൻഷനാവും. പക്ഷെ അത് ശരിയാട്ടോ, അത് ശരിയാ കാര്യം. എനിക്ക് വേണ്ട ടെൻഷനാവും. ഇത്ര സ്ഥലം എത്തിയടാ. ബീച്ചെത്തി. ലെഫ്റ്റ് കയറ്റി കേട്ടോ. ഓ മീഞ്ചൊക്കെ പായെടുത്ത് സ്പോട്ടിൽ ഇറങ്ങിക്കണം. എടാ ഇവിടെ എത്ര ആൾക്കാരാ. മതി ഇറങ്ങിക്കോ. സൂര്യൻ കാല് ഇവിടെ. സൽമാനെ ലെഫ്റ്റ് കേട്ടോ. അങ്ങോട്ടാ പോവാ. ഡിക്ക് ഓർക്ക ഡിക്ക്. പറക്കത്താണ് മന്നെ താന്നെ. ആയി പൊളി. നോ ടൈം ലേറ്റാ ബാ. വി ആർ ഓൺ ടൈം. എടാ ഞാൻ ഡൗട്ട് ചെയ്യിക്കട്ടെ, നമ്മ കടല് കയറിയിരിക്കണോ? അവിടെ ഇരിക്കാനുള്ള സ്പോട്ടൊക്കെ പോയോ? നോക്കിയോക്ക ബാ. എന്ത്? റിച്ചു എടുത്തരും. പക്ഷെ റിച്ചുവിനെ കൊണ്ടെടുത്ത പ്ലാന് പാളോ? അഞ്ജുനെ തീർത്തരോ? ഇപ്പോ സ്പോട്ടിൽ കൊടുക്കുക. ഫസ്റ്റ് കൊടുക്കുക അല്ലേ? വെളിച്ചം പോലെ തെളിച്ചത്തിൽ കാണട്ടെ ഫോണ്. സ്ഥലം മിജിയോടെ? മിജിയോ സ്ഥലമില്ലല്ലോ. ഇതിലിരിക്കാം. അതിലിരിക്കാം. വെള്ളം വരണ്ട് പിന്നെ എങ്ങനെ ഇരിക്കാൻ കൈ? പ്ലിങ്ങോ? നമ്മൾ ഇവിടെ ഇരിക്കേ. ഇവിടെ ഇരിക്കാം. ഞാൻ നോക്കട്ടെ. ഓ ബാ അവിടെ ഇരിക്കണ്ട, ഇവിടെ ഇരിക്കാം. എടാ ഇവിടെ ഇരിക്കടാ.
അതെന്താ അറിയോ എടാ, ഞാൻ പറഞ്ഞില്ലേ എല്ലാ പ്രാവശ്യം കടയിൽ ഇങ്ങനെ കയറി വരുന്നുണ്ടാ. നമ്മളുണ്ടല്ലോ ഇത്രത്തോളം ഒരു 10-20 മീറ്റർ അങ്ങോട്ട് ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് നമ്മൾ വീഡിയോ എടുത്തിരുന്നത്. അതായത് ഇല്ലേ ഇവിടെ ഈ കല്ലിൻ്റെ അപ്പുറത്ത് ഇരുന്നിട്ട് ഞാനൊരു 10-20 മീറ്റർ അപ്പുറം പോയിട്ടാണ് വീഡിയോ എടുത്തിന്. അത്ര ലെങ്ത് തന്നെ, അതൊക്കെ കുറഞ്ഞ്. വിരിക്ക്. ഓ പൊളി, വിരിക്കണ വിഷ്വൽ ഇതാ. എല്ലാരും ഇരിക്കട്ടോ, ഇരിക്ക്. ഇരുന്നിട്ട് റെഡി ആവണ കുറച്ച് വിഷയം എടുത്തോ. രണ്ടോണ്ടേ പിടിച്ചോണ്ട് കുഴപ്പമില്ല. എല്ലാരും ഇരിക്കും. ചെരുപ്പേക്ക് ഇതാ. ഡയറക്റ്റ് ബാങ്കുളി ചവിട്ടി കേൾക്കും ഇവിടെ നിന്നാ. എല്ലാരും ഇരിക്കും. എവിടുന്ന ലൈറ്റ്? ആ ഇവിടെ ഇരിക്കാൻ. സമയം എത്ര ഇമ്മ? സൽമാൻ കണ്ടിരുന്നു. സൽമാൻ എന്നാ വിച്ചു ഇവിടെ ഇരുന്നോ കണ്ടിരുന്നോ? വീഡിയോയിൽ ഇട്ടാനെ വൃത്തിക്ക് കിട്ടും. ഇപ്പൊ ഏത് വീഡിയോ ഒന്നും അറിയില്ല. ആ മറ്റേ അറബി പറയണല്ലേ. ഇജിലിസ് ഫയലില്ലാന്നോ? ജുനൈദ് ഇരിക്ക്. അവിടെ ഇരുന്നോ. എല്ലാരും റെഡി അല്ലേ? അല്ല ഇത് ബാങ്ക്. സമയം എത്രയായി സൽമാന്റെ ഫോണില്? 25. ഇരിക്ക്. കൊടുക്കണോ? സൽമാനെ കുറച്ച് ആംബിയൻസ് ഒന്ന് ആദ്യം ഷൂട്ട് ചെയ്ത് നോക്ക്. ത്രോട്ട് തുറക്ക്. ആ അങ്ങനെ. സൂര്യൻ പോയി. ഏത് കുലിക്കാൻ? ഈ കുലിങ്ങാനല്ല ഇത്. കുലിക്ക്. ഇല്ല കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് ചോദിക്കാം. സമയമുണ്ട്, ഒരു 5-6 മിനിറ്റ് ഉണ്ട്. സമൂസ ഞാൻ കൊടുക്കാം. അത് യമനി സമൂസ ഉണ്ട്, ഇന്ത്യൻ സമൂസ ഉണ്ട്. എന്താണ് ഉണ്ട്. തുറന്നോക്കെ പ്രാങ്ക് അല്ല, അതായത് എന്റെ പഴയ ഫോൺ എനിക്ക് യൂസ് ചെയ്യാൻ തരാം. പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ വേണ്ട. ജിന്നെക്കാട്ടി സ്പീഡിലായാലും സംസാരിക്കണ. അല്ല ഞാൻ ശരിക്കും ആക്ച്വലി കൊടുക്കാൻ നിൽക്കേനു, പിന്നെ തോന്നി അനിയനക്ക് ഇപ്പം കുറെ സ്ട്രഗിൾ ചെയ്യണൊക്കെ അല്ലേ എഡിറ്റ് ചെയ്യാനൊക്കെ ഷൂട്ട് ചെയ്യാനും.
അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഞാൻ യൂസ് ചെയ്ത ഫോൺ തന്നെ, പക്ഷെ ഇതിൽ കവർ തരുന്നത് എന്താ വെച്ചാൽ അതിന്റെ ഒരു തനിമയിൽ എനിക്ക് തരട്ടെ എന്ന് വെച്ചിട്ടാണ്, ആ ഒരു ഭംഗിയിൽ. ആ ഇതാ ഫോൺ അല്ല ഇതിന്റെ മൂടി അടിപെട്ടോ. ഒരു മിനിറ്റ് ടെൻഷൻ അയച്ചാൽ കൊണ്ടേക്കോളാം. ഇതാ ഓക്കെ. ഇതില്ലേ ഇതെന്താ വെച്ചാല് ഇപ്പൊ നാളെ എനിക്കൊരു പോസ്റ്റ് പോകാണ്ട്, അപ്പൊ അതിന് ശേഷം അതിന്റെ ഫയൽ ഇതുണ്ട്, അതിന്റെ ശേഷം ഞാൻ മാറ്റിയിട്ട് എനിക്ക് തരാം. അതല്ല എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഉള്ളപ്പോ എല്ലാവരും ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ എനിക്കൊരു സന്തോഷം ആയിക്കോട്ടെ വെച്ചാൽ ഇപ്പൊ തരുത്. കൊളായോ? ഞാനവനൊന്ന് ഹാപ്പി ആയിക്കോട്ടെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത്. കുഴപ്പമില്ല, ചെക്ക് ഹാപ്പിയാ മതി. നമ്മളുണ്ടാക്കിയ സമൂസ കേട്ടോ കാണണേ. സമൂസ ഇതാരാ കടിച്ചു വെച്ചമ്മ? ഈത്തപ്പഴം. അല്ല ശരിക്കും കറക്റ്റ് കൈയുടെ ഒരു പാട്ടില് ജാമായല്ലോ. ഇതിന്റെ ഇടയിൽ കൂടെ എന്റെ ഫ്രണ്ടിലെ വെണ്ടക്കോല വെക്കണേ. ഓ ശ്രദ്ധിക്കൂലെന്നാ കടിച്ചതോ? നോമ്പിനോ? നമ്മളകത്ത് എല്ലാം ഉണ്ട്. ഏതോ അടയാളം ഇട്ട് പറഞ്ഞ ഉണ്ടാക്കിയത് ഏതേലും ഇതല്ല ഉണ്ടാക്കി, അത് ഉറപ്പ് എനിക്ക്. അജൂത് ഉണ്ടാക്കിയത് തേങ്ങ അജൂത് ഉണ്ടാക്കിയതല്ലേ ഇതാ അജൂത് ഇതാ. പല ഷേപ്പുള്ള സമൂസയാണിത്. ഞാനല്ല പാങ്ങ കേക്കും. പള്ളിയതാ ബാങ്കൊടുത്തു. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ ബീച്ചിലെ പരിപാടി, അതായത് നോമ്പുതറ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. സൽമാൻ, ജുനൈദ്, ഹർഷ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ അർബാബ് ഹാപ്പിയാണോ? I'm asking that if you're happy with what we did today. Allah, thank you so much, all. We had fun. We had very good time already today. We had very good food also. Food also. ഫുഡ് എല്ലാം പറ്റിയത്. You like my samosa? You like my samosa? No. അത് പറ്റില്ല. ഇവരെ കുക്കിംഗ് കോമ്പാണ് വൻ കോമ്പത്തില്. So you're happy, right? Alhamdulillah. Thank you. You're always welcome, brother. എപ്പോ ആണെങ്കിലും യമനിൽ നിന്ന് ഫ്ലൈറ്റ് വരെ ഇങ്ങോട്ട് പോരെ. Our big chef today. ബിഗ് ഷെഫ് മാഷാല്ലാ. അജൂദേ എങ്ങണ്ടായിരുന്നു ഇന്നത്തെ നോമ്പറ? മാഷാല്ലാ അടിപൊളിയായിരുന്നു. ഇത്ര 4ാമത്തെ നോമ്പല്ലെന്ന്, അത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഞങ്ങളെ ഭക്ഷണം ഷെയറായിരുന്നു മാഷാല്ലാ. പക്ഷെ തീർന്നിട്ടില്ല കേട്ടോ, ഇന്നും ഭക്ഷണം വരാണ്ട് അല്ലേ? അജൂദ് എപ്പോഴും പറയണത് നമ്മൾ നാട്ടിൽ വരുമ്പോൾ, അതായത് സാധാരണ ടേബിളിൽ ഇരുന്ന് നോമ്പ് തുറക്കാണ്ട് നമുക്ക് എവിടെയും, അജൂദ് നമ്മൾ നാട്ടിൽ വരുന്നതിന് സമാധാനം പിടിക്കാനാണ് നമ്മളെ നാട്ടിൽ വരുന്നത്. അതായത് നമ്മൾ അജൂദ് നാട്ടിൽ വരുമ്പോൾ എപ്പോഴും കയാക്കിങ്ങിന് പോലും അവിടെ കർമ്മയിൽ ചായ അടിക്കാൻ പോക്കും. അതായത് അജൂദിന് ഇങ്ങനെ ഈ നാച്ചുറൽ പീസിനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അവനോട് എപ്പോഴും പറയാനുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എനിക്കൊന്നും നിലമ്പൂരിൽ നിന്ന് വന്നിട്ട് എവിടെയെങ്കിലും ഗ്യാപ്പിട്ട് എപ്പോൾ നേരെ പൊന്നാനിക്ക് അവൻ്റെ കാറിൽ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പറ ഒരു ബീച്ചിന്റെ കാറ്റുകൊണ്ടും പിന്നെ എല്ലാരും ആ ഒരു വൈബ് നിങ്ങളിപ്പോ കണ്ട് നിങ്ങൾക്ക് അറിയുണ്ടാവും. ആ തൊട്ടടുത്ത് പള്ളിയും ആ മണലിരുന്നിട്ട് അത്ര എസ്തറ്റിക് ഇല്ലല്ലേ? അത്ര ഇതില് ടെൻഷനായി. അതെ, പള്ളി അടുത്ത്, കടല്, പിന്നെ എല്ലാരും കൂടി ഉള്ളൊരു കണക്ഷനും അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ
ആ ഞാൻ പറഞ്ഞു ഇനി ഇംഗ്ലീഷ് പറയുമ്പോഴത്തേന് ഞാൻ കൊടുക്കും ഞാൻ. Brother, you happy? I happy. ഈ ഹാപ്പി എവരിവൺ ഹാപ്പി ഫുൾ ഹാപ്പി പോളി മൂഡ് ഏത് ആ ഏതാണത് ആ ഇറാനി പോളല്ലേ സെറ്റ് അപ്പൊ എല്ലാരും ഹാപ്പി. ഇനി എന്താ വെച്ചാല് അപ്പോൾ കിട്ടുന്നുണ്ടോ ഒന്ന് അങ്ങനെ എടുത്തോ. എനിക്കെന്താ വെച്ചാൽ റിച്ചുവിന് പുതിയ ഫോൺ മേടിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സാമ്പത്തികമായിട്ട് അതിനുള്ള ശേഷി ഇപ്പം നിലവിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതായത് ഭാവിയിൽ ഇനിയിപ്പോൾ അങ്ങനെ പൈസ ഒക്കെ കയ്യിൽ വരികയാണെങ്കിൽ ഇൻഷാല്ലാ വാങ്ങി കൊടുക്കണമെന്നുണ്ട്. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന എല്ലാവരും എനിക്ക് സഹായിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. ഹാർഡ് വർക്കിംഗ് ഇൻഷാല്ലാ സൂൺ അല്ലമ്മ. എല്ലാരും കൂടി ആയപ്പോ ഒരു രസമായി, കാരണം വേദനകളൊന്നും അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞത് വേറെ അല്ല, ഞാൻ പറയാ റിച്ചുവിന് ഇപ്പൊ പുതിയ ഫോൺ മേടിച്ചാൽ കൊടുക്കാൻ എനിക്ക് ആകേണ്ടി പോലും സാമ്പത്തികമായി അത് പറ്റാത്തോണ്ടാണ് ഇതിന്റെ പഴയ ഫോൺ കൊടുത്തതെന്ന്. ആ ഇനിയിപ്പോ ഇൻഷാല്ലാ സെറ്റാക്കണം. വർക്കിന് ഫോണില്ലാത്ത നിൽക്കുന്ന സമയത്ത് ഈ ഫോൺ ഗിഫ്റ്റ് ചെയ്ത് തന്നെ. വീഡിയോ വർക്ക് ചെയ്യുന്ന സമയത്താ കൊടുത്തല്ലേ. ഒന്നും കേൾക്കണില്ല. ഇവിടെ സീരിയസ് ആയി ചെക്കന് വലിയൊരു പരിപാടി കഴിഞ്ഞാൽ അവിടെ ഞാൻ എന്റെ ഫുഡ് അടിപൊളി ഞാൻ കഴിച്ച ഫുഡ് അല്ല എന്തോ പറഞ്ഞോ ചോദിച്ചോ. അല്ല സാധാരണ ഇങ്ങനെ എനിക്ക് വീഡിയോ വർക്ക് കിട്ടുമ്പോൾ ഞാൻ പൊതുവെ ഫ്രണ്ട്സിൽ വിളിച്ചിട്ട് ആശ്രയിക്കാറുള്ളത്. പിന്നെ അവരെപ്പോഴും കിട്ടാനില്ലല്ലോ, അങ്ങനെ പല റിസ്ക് ഉണ്ടാവുന്നുണ്ട്. വർക്ക് എന്താണ് മൊബൈൽ ഇല്ലാണ്ടൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ഇപ്പൊ എനിക്കുള്ള കുറച്ച് വർക്ക് അതിൽ എടുക്കുന്നുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അന്ന് ഞാൻ കറക്റ്റ് തരാം. വർക്ക് ചെയ്യാനൊരു ഫോണായി സെറ്റ്. എല്ലാരും ഹാപ്പി, നമ്മൾ ഹാപ്പി. സൽമാൻ ഹാപ്പി അല്ലേ? സൽമാൻ ഹാപ്പി ഹാപ്പി ഹാപ്പി. ഇനി ഫുൾ ഹാപ്പിനെസ് കൂറ്റം പറയൽ. അപ്പൊ എന്താ വെച്ചാൽ ഇതിന് ശേഷം എടാ സൽമാൻ കുറ്റം പറയ്ക്ക് നബിയിൽ എത്തുന്നു കേട്ടോ. എത്തും, നമ്മളെത്ര സമയത്ത് എത്താന്ന് പറഞ്ഞു വിളിക്കാൻ പറയുന്നുണ്ട്. ഇതെന്താ അമ്മന്നൊക്കെ അയ്യോ. അപ്പൊ ഇതിനുശേഷം ഉമ്മ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു കൊടുക്കോ. നേരത്തെ കാണിച്ചാൽ പിന്നെ ചിക്കൻ സ്പെഷ്യല്, ബീഫ് സ്പെഷ്യൽ അല്ലത്, ബീഫ് സ്പെഷ്യല് പത്തിരിയും. അപ്പൊ അതിനുശേഷം അപ്പൊ നമ്മള് ഫുഡ് കഴിച്ച് പിരിയുന്നതാണ്. പിന്നെ പൊന്നാനിയൊക്കെ ഒന്ന് ചെറുങ്ങനെ കറങ്ങി അങ്ങനെ പിരിയുന്നതാണ്. അപ്പോൾ ഈ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മളെ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിക്കാണ്. അപ്പോൾ അല്ല നേരത്തെ അപ്ലോഡ് ചെയ്ത് ചെറുതാ അതൊക്കെ അപ്ലോഡ് ലൈവ് പോയി. അപ്പോൾ ഈ വ്ളോഗ് കണ്ടതിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വ്ളോഗ് ആയി വരുന്നത് വരെ ബൈ ബൈ. എന്തായാലും ഷോർട്സ് വ്ളോഗ് ഉണ്ടാവുമെന്ന് എനിക്കൊരു ഉറപ്പില്ല, പക്ഷേ ഷോർട്സുകൾ ഉണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ടാവും. ഞാൻ ഉറപ്പ് ഉണ്ടാവും ഇതിൻ്റെ. അപ്പോൾ സി യു, ബൈ ബൈ.